ചേന്ദമംഗലം കൂട്ടക്കൊലപാതക കേസിലെ പ്രതി ഋതു ജയന്റെ വീട് നാട്ടുകാർ തല്ലി തകർത്തു. പോലീസ് സ്ഥലത്തെത്തി നാട്ടുകാരെ മാറ്റി സ്ഥലത്ത് കനത്ത പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തി. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നവമി, ഒരു കുടുംബത്തിലെ 3 പേരെ കൊലപ്പെടുത്തിയ സംഭവം, അതിലെ പ്രതിയായ ഋതുവിന്റെ വീട് നാട്ടുകാർ ചേർന്ന് തല്ലി തകർത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? വൈകുന്നേരം 8 മണിയോടുകൂടിയായിരുന്നു ഋതുവിന്റെ വീട്ടില് നാട്ടുകാരെല്ലാവരും എത്തുകയും അവിടെ ഇരുമ്പ് കമ്പികൾ ഉപയോഗിച്ച് ജനൽ ചില്ലകളും കതകും വീട്ടിന്റെ ടൈലും ഉൾപ്പെടെ അടിച്ചു തകർക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിച്ച് പോലീസ് സ്ഥലത്തെത്തി 2 പേരെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയുന്ന വിവരം. ഇത് ആരൊക്കെയാണ് കസ്റ്റഡിയിൽ എടുത്തതെന്ന് വരും മണിക്കൂറിലെ അറിയാൻ കഴിയുകയുള്ളൂ. നമുക്കറിയാം, കേരളത്തിൽ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ചേന്ദമംഗലത്ത് ഒരു വീട്ടിലെ 3 പേരെ അതിക്രൂരമായി ഋതു എന്ന ഒരു ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട കൊടും ക്രിമിനൽ അതിദാരുണമായി അടിച്ച് കൊലപ്പെടുത്തിയത്. ഈ ഒരു സാഹചര്യത്തിൽ ഇതിന്റെ ഒരു വൈകാരികമായി തന്നെയാണ് നാട്ടുകാരും പ്രതികരിച്ചത്. ഈ ഋതുവിന്റെ മാതാപിതാക്കളെ ആ സംഭവ ദിവസം തന്നെ അവിടെ നിന്ന് മാറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ആ വീടിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നപ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. വീട് പൂട്ടിയിട്ട നിലയിലാണ്. നാട്ടുകാരാണ് അവിടെ എത്തി ഈ വീട് അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഋതുവിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ ഋതുവിന്റെ കുടുംബം ഇനി ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് ആക്രോശിച്ചുകൊണ്ടാണ് നാട്ടുകാർ പലരും ഈ വീട് അടിച്ചു തകർക്കാൻ ശ്രമിച്ചത്. പോലീസ് എത്തി ഇടപെട്ടുകൊണ്ട് ഇവരെ മാറ്റുകയായിരുന്നു. പക്ഷേ പോലീസ് ഇപ്പോഴും വീട്ടിന് സുരക്ഷയുമായി നിൽപ്പുണ്ട്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ഋതു ജയന്റെ വീട് നാട്ടുകാർ ചേർന്ന് തല്ലി തകർത്തിരിക്കുകയാണ്. ചേന്ദമംഗലം കൂട്ടക്കൊലപാതക കേസിലെ പ്രതിയാണ് ഋതു ജയൻ.